ലോകത്തിൽ ഏതൊരു പോപ്പുലേഷനായാലും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. സാധാരണയായിട്ട് കാണുന്ന ഹാർട്ട് ഡിസീസിന് ജർമ്മൻ ഭാഷയിൽ പറയുന്ന വാക്കുകൾ നോക്കാം. ഹാർട്ടിന് വരുന്ന അസുഖങ്ങൾക്ക് ഹെർട്സ് എർക്രാങ്കുങ്ങൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഹെർട്സ് ക്രാങ്ക്ഹൈറ്റൻ. ഹാർട്ട് മസിൽസിന് ഹെർട്സ് മുസ്കൽ എന്നാണ് പറയുക. ഹാർട്ട് ഫെയിലിയറിന് പറയുന്നത് ഹെർട്സ് ഫെർസാഗൻ എന്നാണ്. ഹാർട്ടിൻ്റെ മസിൽസ് ഇൻഫ്ലെയിംഡ് ആകുന്നതിന് പറയുന്നത് ഹെർട്സ് മുസ്കൽ എൻസിൻഡോം. മിയോകാർഡിറ്റിസ് എന്നും പറയും. ഹാർട്ട് അറ്റാക്കിന് പറയുന്നത് ഹെർട്സ് ഇൻഫാക്റ്റ്, മയോകാർഡ് ഇൻഫാക്റ്റ് എന്നും പറയും. ഹാർട്ടിൻ്റെ മസിലിന് ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതിനുള്ള വാക്ക് ഡൂർഷ് ബ്ലൂട്ടും സ്റ്റ്യൂറും. ഡൂർഷ് ബ്ലൂട്ടും സ്റ്റ്യൂറും. ഹാർട്ടിൻ്റെ മസിൽസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ബ്ലഡ് വെസൽസ് നാരോ ആയി കഴിയുമ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയും. ഈ അസുഖത്തിന് പറയുന്നത് കൊറോണാർ ഹെർട്സ് ക്രാങ്ക്ഹൈറ്റ്. കൊറോണാർ ഹെർട്സ് ക്രാങ്ക്ഹൈറ്റ്. അവിടെ ഓക്സിജൻ സപ്ലൈ കുറയുന്നു, അതിന് പറയുന്നതാണ് സവർസ്റ്റോഫ് മാങ്ങൽ. ഡെഫിഷ്യൻസി ഇൻ ഓക്സിജൻ, സവർസ്റ്റോഫ് മാങ്ങൽ. ബ്ലഡ് വെസൽസ് നാരോ ആകുന്നതിന് പറയുന്നത് ഫെറെങ്ങും ഡെർ ബ്ലൂട്ട് കെഫേസ്. ഫെറെങ്ങും ഡെർ ബ്ലൂട്ട് കെഫേസ്. അതുപോലെ ഹാർട്ട് വീക്കാവുമ്പോൾ ആവശ്യത്തിന് ശക്തിയോടുകൂടി ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കഴിവില്ല, അതിന് പറയുന്നത് ഹെർട്സ് ഇൻസുഫിഷ്യൻസ്. ഹാർട്ട് വീക്കാവുന്നതുകൊണ്ട് ഹെർട്സ് ഇൻസുഫിഷ്യൻസ്. ഹാർട്ട് ബീറ്റിന് പറയുന്നത് ഹെർട്സ് ഷ്ലാഗ്. ഹാർട്ട് റേറ്റിന് പറയുന്നത് ഹെർട്സ് ഫ്രീക്വൻസ്. ഹാർട്ട് ബീറ്റ് ഇറഗുലറായിട്ട് വരുന്നതിന് പറയുന്നതാണ് ഹെർട്സ് റിത്മുസ് സ്റ്റ്യൂറും. ഹെർട്സ് റിത്മുസ് സ്റ്റ്യൂറും. ഹാർട്ടിൻ്റെ വാൽവുകൾക്കുള്ള അസുഖങ്ങൾക്ക് ഒരുമിച്ച് പറയുന്ന ഒരു വാക്കാണ് ഹെർട്സ് ക്ലപ്പൻ എർക്രാങ്കും. ഹാർട്ടിൻ്റെ വാൽവിന് പറയുന്നത് ഹെർട്സ് ക്ലപ്പെ എന്നാണ്. ഹെർട്സ് ക്ലപ്പെ. ചെസ്റ്റ് പെയിൻ അഥവാ നെഞ്ചുവേദന, നെഞ്ചിൽ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഫീലിംഗ്, അതിന് ആംഗീന പെക്ടോറിസ് എന്നാണ് മെഡിക്കൽ ടേംസിൽ പറയുന്നത്. പക്ഷേ ജർമ്മൻ ഭാഷയിൽ ബ്രൂസ്റ്റ് എങ്ങെ എന്നാണ് പറയുക, അല്ലെങ്കിൽ ബ്രൂസ്റ്റ് ഷ്മേർട്സൻ. ഹാർട്ടിൻ്റെ മസിൽസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിന് പറയുന്നത് മിയോകാർഡിറ്റിസ്. മിയോകാർഡിറ്റിസ്. ഹാർട്ട് മസിൽസ് പൊതുവെ വീക്കാകുകയും അതിന് വലിപ്പം വയ്ക്കുകയും അത് ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ ഒരുമിച്ച് അതിന് പറയുന്ന വാക്കാണ് കാർഡിയോമിയോപ്പത്തി. കാർഡിയോമിയോപ്പത്തി. ഹാർട്ടിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയറിൻ്റെ ഇൻഫ്ലമേഷൻ പറയുന്നതാണ് പെരികാർഡിറ്റിസ്. ഹാർട്ടിൻ്റെ ഉള്ളിലെ ലെയറിൻ്റെ ഇൻഫ്ലമേഷൻ പറയുന്നത് എൻഡോകാർഡിറ്റിസ്. എൻഡോകാർഡിറ്റിസ്.